ഹലോ ഗായ്സ്, ഇന്ന് മുള്ളൻചക്ക വെച്ചിട്ടൊരു മസാലക്കറിയാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇത്. കാരണം ചെറിയൊരു കുരു, കറുത്ത കളറിൽ കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. 2 വിസിൽ മതി കേട്ടോ. വലിയ ഉള്ളിയുടെ ഒരു പകുതിയും 2 തക്കാളിയും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഇത് ഒരു 2 വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിനൊക്കെ വേണ്ട അരപ്പ്, തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5-6 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് നുള്ളു മതി, വേപ്പിൻ്റെ ഇല, ഇതൊക്കെ നന്നായിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് തണുക്കാൻ വയ്ക്കാം. നെക്സ്റ്റ് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു കുക്കറിലോട്ട് വെന്ത ഈ ഒരു കഷ്ണത്തിലോട്ട് ഈ ഒരു തേങ്ങയുടെ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിള വന്നതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. എരിവൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പെരുംജീരകവും പട്ടയില്ല അതും ജസ്റ്റ് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തത് ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. അത് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റാണ് നമ്മൾ വറവിടുകയാണ്. ചെറുള്ളിയിലാണ് വറവിടേണ്ടത്. കറിവേപ്പിലൊക്കെ എടുത്തിട്ട് ചെറുള്ളിയിൽ വറവിടാം. അപ്പോൾ നല്ല അടിപൊളി മുള്ളൻ ചക്കക്കറി റെഡിയായിട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.